പ്രൈസ് ദി ലോർഡ്. എൻ്റെ പ്രിയരെല്ലാം സുഖമായിരിക്കുന്നല്ലോ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. സദൃശ്യവാക്യം 19-ാം അധ്യായം അതിൻ്റെ 17-ാം വചനം വായിച്ചിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഇപ്പോൾ ഒന്നെടുത്ത് വായിച്ചേ. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, എളിയവനോട് കൃപ കാട്ടുന്നവൻ യഹോവയ്ക്ക് വായ്പ കൊടുക്കുന്നു, അവൻ ചെയ്ത നന്മയ്ക്ക് അവൻ പകരം കൊടുക്കുന്നു. പ്രൈസ് ദി ലോർഡ്. കഴിഞ്ഞ നാളുകളിൽ ഒത്തിരി പേരെ പോഷിപ്പിച്ചതല്ലേ? അനേക വിശക്കുന്ന വയറുകൾക്ക് ആഹാരം വെച്ചു കൊടുത്തു അല്ലേ? എളിയവനെ ആദരിച്ചു അല്ലേ? ഇല്ലായ്മയിൽ ഇരുന്ന വ്യക്തിത്വങ്ങളെ ഉള്ളതുപോലെ മനസ്സിലാക്കി ഉൾക്കൊണ്ട് സ്നേഹിച്ചു അല്ലേ? ആ കരം അനേകരെ സഹായിച്ചതും മുറിവ് കിട്ടിയതുമല്ലേ? അതൊക്കെ കണ്ടില്ലെന്ന് ദൈവം നടിക്കുമോ? നിങ്ങൾ ചെയ്തതൊക്കെ ദൈവത്തിന് കടം കൊടുക്കുന്നതിന് തുല്യമായിരുന്നു. ഇത് ഞാൻ പറയുന്നതല്ല, ഇവിടെ വചനത്തിൽ നമ്മൾ വായിച്ചതാ. എളിയവനോട് കൃപ കാട്ടുന്നവൻ യഹോവയ്ക്ക് വായ്പ കൊടുക്കുന്നു. പ്രൈസ് ഗാഡ്. നമ്മളെ ദൈവം നീതിയുള്ള ദൈവമാ, വിശ്വസ്തനായ അപ്പായ. അവിടുന്ന് ആരോടും കടക്കാരനല്ല. കഴിഞ്ഞ ചില ദിവസങ്ങൾക്ക് മുമ്പ് എൻ്റെ ചില അനുഭവങ്ങൾ നിങ്ങളോട് പങ്കുവെച്ചില്ലേ? അന്ന് ഞാൻ പറഞ്ഞു, എൻ്റെ ദൈവം ആരോടും കടക്കാരനല്ല. അതേ പ്രിയപ്പെട്ടവരെ, ആയുസ്സുള്ളിടത്തോളം കാലം, ആരോഗ്യമുള്ളിടത്തോളം സമയം, കരത്തിൽ ദൈവം തന്നിരിക്കുന്ന നന്മയ്ക്കൊത്തവണ്ണം, സമയത്തിനൊത്തവണ്ണം ഈ ദിവസങ്ങളിൽ വിതയ്ക്കുക. കർത്താവ് തന്നിരിക്കുന്ന ആരോഗ്യവും സാമ്പത്തികവും സമയവും സാഹചര്യങ്ങളും സൗകര്യങ്ങളും ഒക്കെ നമുക്കും നമ്മുടെ തലമുറയ്ക്കും ജീവിച്ചു തീരേണ്ടതിനല്ല, അത് പങ്കുവെക്കുവാനുള്ളതാ. അർഹിക്കുന്ന അനേകർ നമുക്ക് ചുറ്റുമുണ്ട്. അവരെ ഒന്ന് കണ്ടുപിടിച്ചേ, ഒന്ന് കൃപ കാട്ടിക്കേ, ഒന്ന് സ്നേഹിച്ചേ. നിങ്ങൾക്ക് മുറിവ് കെട്ടാൻ അറിയാമോ? അങ്ങനെയാണെങ്കിൽ മുറിഞ്ഞിരിക്കുന്ന, ഹോസ്പിറ്റലിൽ പോകുവാൻ കഴിവൊന്നുമില്ലാത്ത ആരെങ്കിലും അടുത്തുണ്ടെങ്കിൽ പോയി ഒന്ന് സഹായിക്കുക, ആ മുറിവ് ഒന്ന് കെട്ടിക്കൊടുക്കുക. അങ്ങനെയുള്ള അനുഭവങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്, ചെയ്യുവാൻ സാധിച്ചിട്ടുണ്ട്. ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരെ ഉത്സാഹിപ്പിക്കുകയാ. ഏതൊക്കെ വിധത്തിൽ എളിയവരെ ആദരിക്കുവാൻ, ചേർത്ത് പിടിക്കുവാൻ, അവർക്കൊരാശ്വാസമായി തീരുവാൻ നമുക്ക് സാധിക്കുന്നു, അതെല്ലാം നമ്മൾ ആ ഓപ്പർച്യൂണിറ്റീസ് എല്ലാം നമുക്ക് ഉപയോഗിക്കാം. അതിനായി എൻ്റെ പ്രിയരെ എല്ലാം ഞാൻ ഒന്നും കൂടി ഉത്സാഹിപ്പിക്കുന്നു. എനിക്കറിയാം ഈ കുടുംബത്തിലുള്ള എല്ലാ പ്രിയപ്പെട്ടവരും അപ്രകാരം ഉള്ള സാഹചര്യങ്ങൾ കണ്ടുപിടിച്ച് ചെയ്യുന്നവരാണെന്ന്. അതിൻ്റെ നന്മകളാ നിങ്ങൾ ഈ ദിവസങ്ങളിൽ അനുഭവിക്കുന്നത്. അത് നിങ്ങളുടെ മക്കളുടെ മേലും മക്കളുടെ മക്കളുടെ മേലും ദൈവം നീതിയായി കണക്കിടും. ആയതുകൊണ്ട് നന്മ ചെയ്യുന്നത് കുറയ്ക്കണ്ട. ഇനിയും നമുക്ക് അനേകർക്ക് ഒരു അനുഗ്രഹമാകാം. ഇപ്പോൾ ആരോ പറയുന്നല്ലോ, അയ്യോ അതിന് കൊടുക്കാൻ എൻ്റെ കരത്തിൽ സാമ്പത്തികമൊന്നും ഇല്ലല്ലോ എന്ന്. സാമ്പത്തികം അവിടെ നിൽക്കട്ടെ, മറ്റെന്തെല്ലാം നന്മകൾ നമുക്ക് ചെയ്യുവാൻ സാധിക്കും? നമ്മളുടെ ആരോഗ്യം കൊണ്ട്, സമയം കൊണ്ട്, നമ്മളുടെ ഒരു വാക്കുകൊണ്ട്, നമ്മളുടെ ഒരു പ്രാർത്ഥന കൊണ്ട്. അതേ പ്രിയപ്പെട്ടവരെ, നമുക്കൊരു നന്മയാകാം, മറ്റുള്ളവർക്കൊരു അനുഗ്രഹമാകാം. പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, ഞാൻ എൻ്റെ പ്രിയരെ അനുഗ്രഹിക്കുന്നു. അങ്ങ് ഞങ്ങളോട് വിവിധ വചനത്തിലൂടെ സംസാരിക്കുന്നതിനായി സ്തോത്രം. ഹല്ലേലൂയ. മറിഞ്ഞു കിടക്കുന്ന വചനങ്ങളൊക്കെ ഞങ്ങളെ ഓർമ്മപ്പെടുത്തി തരുന്നതിനായി നന്ദി. ഞാൻ എൻ്റെ പ്രിയരെ എല്ലാം ബ്ലെസ് ചെയ്യുന്നപ്പാ. ഞങ്ങൾ പരസ്പരം ഒരു അനുഗ്രഹമാകട്ടെ. ഞങ്ങളുടെ ചുറ്റും ആവശ്യത്തിൽ, അത്യാവശ്യത്തിൽ തകർന്ന് നുറുങ്ങിയൊക്കെ ഇരിക്കുന്നവർക്ക് ഞങ്ങളൊരു സമാധാനമാകട്ടെ. റോസഫ് ഷാരൻ കുടുംബ അംഗങ്ങളെ മുഴുവനും ഞാൻ അനുഗ്രഹിക്കുന്നു. അവരിൽ നിന്ന് നന്മ ഒഴുകട്ടെ. ഹല്ലേലൂയ. ഇനിയും ഇനിയും നന്മ ചെയ്യത്തക്കവണ്ണം എൻ്റെ പ്രിയപ്പെട്ടവർ സമൃദ്ധിയാൽ നിറയപ്പെടട്ടെ. താങ്ക് യു പപ്പ. വി ലവ് യു മോർ. ഞാൻ എൻ്റെ പ്രിയരെ എല്ലാം ബ്ലെസ് ചെയ്യുന്നു. മഹത്വ അപ്പായിക്ക് യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ബ്ലെസ് യു.